നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് ഇൻസുലേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻസുലേറ്റേഴ്സ്? The substances through which electric charges cannot flow easily are called insulators. Due to the absence of free charges, these substances offer high resistance. അതായത് ഒരു വസ്തുവിൽ കൂടി, ഒരു സബ്സ്റ്റൻസിൽ കൂടി ഇലക്ട്രിക് ചാർജസ് സുഗമമായി കടന്നു പോകുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. അവരിൽ വളരെയധികം കുറവ് ഫ്രീ ചാർജസ് മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രീ ചാർജുകൾ ഒട്ടും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അവർ വളരെ വലിയ ഒരു പ്രതിരോധം അവിടെ ഓഫർ ചെയ്യും. അല്ലെങ്കിൽ the substances, due to the absence of free charges, these substances offer a high resistance. വളരെ വലിയൊരു പ്രതിരോധം അവർ ഓഫർ ചെയ്യുന്നതുകൊണ്ട് ഫ്രീ ചാർജസിന് അതിൻ്റെ ആ സബ്സ്റ്റൻസിൽ കൂടി കടന്നു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒട്ടും ഫ്രീ ചാർജസ് അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകില്ല. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്: ഗ്ലാസ്, പ്ലാസ്റ്റിക്, വുഡ്, ഡയമണ്ട് എക്സെട്ര. കഴിഞ്ഞ ടോപ്പിക്കിൽ, അതായത് കണ്ടക്ടേഴ്സിൽ, നമ്മുടെ കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പ് ഒരു എക്സാമ്പിൾ ആയിരുന്നു. അതായത് ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടർ ആണെങ്കിൽ കാർബണിൻ്റെ തന്നെ വേറൊരു അല്ലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ട് ഇൻസുലേറ്ററിന് ഒരു എക്സാമ്പിളാണ്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ കൂടി ഇലക്ട്രിക് ചാർജസ് കടന്നു പോകുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. അതിൻ്റെ ഉള്ളിൽ ഫ്രീ ചാർജസിൻ്റെ ആബ്സൻസ് കാരണം വളരെ വലിയ ഒരു പ്രതിരോധം, വളരെ വലിയ ഒരു റെസിസ്റ്റൻസ് അവർ ഓഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഫ്രീ ചാർജസിന് കടന്നു പോകാൻ സാധിക്കാത്തത്. താഴെ പറയുന്നവയൊക്കെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, വുഡ്, ഡയമണ്ട് ഒക്കെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്.